അതായത് റൂമിലേക്ക് വിളിച്ചു എന്ന് പറയുന്നത് സിനിമാ മേഖലയിലുള്ള താരമാണ് വിളിച്ചത്. തീർച്ചയായിട്ടും. എന്ത് പറഞ്ഞാ വിളിച്ചത്? അച്ഛനെ പുറത്താക്കിയതിൽ അച്ഛനോട് എനിക്ക് മാപ്പ് പറയണം, എനിക്ക് മോളോട് സംസാരിക്കണം. മോളെന്നാണ് എന്നെ വിളിച്ചത്. കാരണം ഞാൻ ചെറുപ്പം മുതലേ കണ്ടിട്ടുള്ളവരാണ് അവരൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കത് ഫോണിലൂടെ പറഞ്ഞാൽ പോരെ, അതിനെ നേരിട്ട് കാണണ്ടല്ലോ എന്ന് പറഞ്ഞു. അതെ. പിന്നീട് വന്ന മെസ്സേജുകളിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുന്നത് വരെ ഈ വിവാദങ്ങൾ പുറത്ത് പറയാതിരുന്നതിന്റെ കാരണം എന്താണ്? അത് ഞാനല്ല, എൻ്റെ അച്ഛൻ പറഞ്ഞിട്ട് മുഖവിലക്കെടുക്കാത്ത കാര്യം ഞാൻ വന്ന് പറഞ്ഞാൽ അത് ആരാണ് മുഖവിലക്കെടുക്കുന്നത്? ഇപ്പം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്ഥിരീകരിച്ചു. തെളിവില്ലാതെ എന്തായാലും അതിൽ എഴുതില്ലല്ലോ. അപ്പോഴും മാത്രമാണ് എനിക്കത് പറയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളത്. അതെ, ഇപ്പം മാഡം നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു ദുരനുഭവം പറയുന്നുണ്ട്. ഈ കാര്യം എന്തുകൊണ്ടാണ് പോലീസിലോ മറ്റ് സംവിധാനങ്ങളിലോ പരാതിപ്പെടാതിരുന്നത്? ഒരു നടൻ ഇങ്ങനെ മോശമായി പെരുമാറി എന്തുകൊണ്ടാണ്? ഈ ഇതിലെ ഇരയായ പെൺകുട്ടികളുടെ മൊഴി ജസ്റ്റിസ് തന്നെ ടൈപ്പ് ചെയ്യേണ്ടി വന്നത്? ഒരു സ്റ്റെനോഗ്രാഫറിന് പോലും ടൈപ്പ് ചെയ്യാൻ കൊടുക്കാത്ത അത്രയും കോൺഫിഡൻഷ്യലായിട്ട് എന്തുകൊണ്ട് വയ്ക്കുന്നു? ഇവർക്ക് അതിൻ്റെ മുകളിലുള്ള ആധിപത്യം എല്ലാ മേഖലയിലും ഇവർ വിചാരിച്ചാൽ എല്ലാവരെയും ഒതുക്കാമെന്നുള്ള ആധിപത്യം. ഞങ്ങളുടെ വിഷയത്തിൽ അച്ഛൻ അതിനുള്ള ഒരു സജ്ജീകരണത്തിലായിരുന്നു. പരാതികളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അല്ലല്ല, അത് അച്ഛൻ മരിച്ചതിന് ശേഷമാണ്. ഇല്ല, അത് അവിടെ വെച്ച് തീർത്തു. പിന്നെ ഞാൻ ഇതിനാണ് സമീപിക്കുന്നത്. ഞാന് അത് അതോടുകൂടി ആ ചാപ്റ്റർ ക്ലോസ്ഡ്. അങ്ങനെ ഒരു മെസ്സേജ് വരുമ്പോൾ എനിക്കറിയാലോ പുള്ളിയുടെ ഇന്റൻഷൻ എന്താണെന്ന്. പിന്നെ എനിക്ക് പുള്ളിയുടെ സിനിമയിലൊന്നും അഭിനയിക്കണ്ട, അതുകൊണ്ട് എനിക്ക് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ. ഇനി ഇപ്പൊ ഒരുപാട് പേരുകൾ, ഒരുപാട് ദുരനുഭവങ്ങൾ നേരിട്ട ആളുകൾ ഈ സിനിമയിലുണ്ട്. അത്തരം ആളുകളോട് എന്താ പറയാനുള്ളത്? അവർ ധൈര്യമായി പരാതിപ്പെടണം എന്നാണ്. എന്താണ് മാഡത്തിന് ഇപ്പം എനിക്ക് പറയാനുള്ളത്? ആ റിപ്പോർട്ട് പുറത്തു വന്ന സ്ഥിതിക്ക് ആ ബാക്കിയുള്ള പേജുകളും കൂടി പുറത്തു വരിക. അതിനുശേഷം ഇത് ഒരു നിയമം പാസ്സാക്കിയ ശേഷം ഒരു കോൺക്ലേവ് രൂപീകരിച്ച് ഇങ്ങനെ സെറ്റിൽമെന്റ് ചെയ്യാതെ ഒരു നിയമം പാസ്സാക്കി സർക്കാർ അതിന് വേണ്ട നടപടി എടുക്കണം. അതെ, തീർച്ചയായിട്ടും. ഇതിൽ ഇരയാക്കപ്പെട്ടവർക്ക് നീതി കിട്ടണം. പിന്നെ ഇനി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാത്ത രീതിയിൽ ഒരു നിയമം പാസ്സാക്കണം. ഈക്വാളിറ്റി എല്ലാവർക്കും തുല്യമാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് മുമ്പിൽ. അപ്പം അത് നടപ്പാക്കുക. കോൺക്ലേവിലൂടെ ഞാൻ പറയില്ലേ, ഒരു അമിക്കബിൾ സെറ്റിൽമെന്റിനാണ് നടക്കുന്നതെങ്കിൽ അത് പ്രാവർത്തികമല്ല. വീണ്ടും ഇവരൊക്കെ തന്നെയാണ് അവിടെ വരാൻ പോകുന്നത്. വീണ്ടും ഇതേ അവസ്ഥകൾ തന്നെയാണ് ഇവർ നേരിടാനും പോകുന്നത്. അപ്പൊ ശക്തമായൊരു നിയമം ഉണ്ടാക്കുക. അതാണ് എനിക്ക്. അത് ഞാൻ പിന്നീട് ആലോചിക്കാം. പോലീസ് അന്വേഷണം ആയിരുന്നെങ്കിൽ ഇവർക്ക് നേരത്തെ പരാതി കൊടുക്കാമല്ലോ പോലീസിന്. അപ്പൊ അതൊക്കെ മേലെയാണ് പവർ. അപ്പൊ ഒരിക്കലും പോലീസ് കംപ്ലൈന്റ് കൊണ്ടൊന്നും ഇതിന് ഒരു എന്താ പറയാ, ഒരു നല്ല നടപടി ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.